വീടിന് സമീപമുള്ള രാക്ഷസൻ പാറയിൽ പുലിയുണ്ടോ എന്നൊരു സംശയം. മൊബൈൽ ഫോണിൽ പുലിയുടെ ദൃശ്യം ചിത്രീകരിക്കാൻ പത്തനംതിട്ട കലഞ്ഞൂർ പാക്കണ്ടം സ്വദേശി ആത്മജ് എന്ന യുവാവിന്റെ ശ്രമം. ദൃശ്യം മൊബൈൽ ക്യാമറയിൽ ലഭിച്ചു. രാക്ഷസൻ പാറയുടെ പരിസരത്ത് പുലി ഉണ്ടെന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. രാക്ഷസൻ പാറയുടെ താഴ്വശത്ത് പാറമടക്കുളമാണ്. പാറമടക്കുളത്തിലെ ഈ താറാവുകളാണ് പുലിയുടെ ഭക്ഷണമെന്നും നാട്ടുകാർ പറയുന്നു. 40ഓളം താറാവുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോഴുള്ളത് 18 താറാവുകൾ മാത്രം. ബാക്കിലായിട്ട് കാണുന്ന ആ ഒരു പാറയുടെ മുകളിലായിട്ടാണ് ഈ പുലി എന്ന് പറയുന്ന ജീവിയെ കണ്ടായിട്ട് പറയുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള വീഡിയോയും ഫോട്ടോയും ഉണ്ടായിരുന്നു. ആത്മജ് എന്നും പറഞ്ഞ ഒരു പയ്യനാണ് ഈ ഫോട്ടോ എടുത്തത്. അവരുടെ വസ്തുവിൻ്റെ ഉള്ളിൽ നിന്നാണ് തന്നെ ഫോട്ടോ എടുത്തത്. പിന്നെ അവരുടെ വളർത്തുന്ന പക്ഷികൾ, താറാവ്, കോഴി അങ്ങനെയുള്ള ജീവികളെ ഇത് ഭക്ഷിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഈ 2-3 കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള കോറിയിൽ നിന്നും ഡ്രൈവർമാർ ഇപ്പോൾ വിളിച്ചു പറഞ്ഞത് ഇപ്പോൾ വന്നു പോകുന്നു, അവിടെ ദൃശ്യം അവർക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന്. ഇതിപ്പോൾ 2 തവണ അവിടെ വന്നിട്ട് പോയെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിനെ അങ്ങോട്ട് ആ ഭാഗത്തോട്ട് കാണുന്നില്ല. പിന്നെ നമ്മുടെ ആദരണീയ MLA ദിനേശ് കുമാർ സാറ് പറഞ്ഞിട്ടുണ്ട്, ഫോറസ്റ്റുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉടനെ തന്നെ സ്ഥാപിക്കും, ഉടനെ തന്നെ പിടിക്കാൻ പറ്റുന്നുണ്ട്. രാക്ഷസൻ പാറയുടെ ചുറ്റും റബ്ബർ തോട്ടമാണ്. ടാപ്പിംഗ് തൊഴിലാളികളും പുലി ഭീതിയിലാണ്. തിരുവനന്തപുരം സ്വദേശികളായ ടാപ്പിംഗ് തൊഴിലാളികൾ പറയുന്നത് ദൃശ്യത്തിലുള്ളത് കടുവയാണെന്നാണ്. കടുവയായാലും പുലിയായാലും പ്രദേശവാസികളുടെ മനസ്സമാധാനം ഇല്ലാതായി. ഇതിനു മുമ്പ് 1 വർഷം മുമ്പ് ഇവിടുന്ന് ഒരു പുലിയെ പിടിച്ചിരുന്നു. അതായത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇന്നലെ വന്നപ്പോൾ പറഞ്ഞത് പുലിയുടെ കുഞ്ഞായിരുന്നു പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇവിടെ കണ്ടതെന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ളതും ജനവാസ മേഖലയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിപ്പമുള്ളത് ജീവിയെ കാണുന്നതെന്നാണ് ഇന്നലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പോലും പറഞ്ഞത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുലിയാണോ കടുവയാണോ എന്നുള്ള ഒരിക്കലും കടുവയല്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഈ ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തതിനകത്തു നിന്ന് അതിൻ്റെ ഈ വയറിൻ്റെ ഭാവമൊക്കെ യെല്ലോ കളറിൽ വരുന്നത് അങ്ങനെ പുലിയാകാനാ സാധ്യത എന്നാണ് പറഞ്ഞത്. പക്ഷേ വിദൂര ദൃശ്യം എൻ്റെ മോനാണ് അത് എടുത്തത്. അവൻ ഭയം നിന്നുകൊണ്ട് എടുത്തതാണ്. അതുകൊണ്ട് അവൻ അത്ര അങ്ങോട്ട് സൂം ചെയ്തെടുക്കാനൊന്നും പറ്റിയില്ല. അന്നത്തെ സാഹചര്യത്തിൽ ഭയന്നിട്ടെടുത്താണ്. എങ്കിൽ പോലും അത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ആ ദൃശ്യമൊക്കെ കണ്ട് നല്ല വലിപ്പം തോന്നുന്നു. ഒരിക്കലും പുലിക്ക് അത്രയും വലിപ്പം വരുമെന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. ഇത് കടുവയാണോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. എന്തായാലും അതിനകത്ത് ശാശ്വത പരിഹാരം ഉണ്ടാകണം. വനപാലകർ രാക്ഷസൻ പാറയിലെത്തി വിശദമായ പരിശോധന നടത്തി. ടൈഗർ ട്രാപ്പ് ക്യാമറ 2ഇടങ്ങളിൽ സ്ഥാപിച്ചു. ഈ കുത്തനെയുള്ള മലയിറങ്ങി പുലി പാറമടക്കുളത്തിൽ താറാവിനെ പിടിക്കാൻ ഇനിയും എത്തുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുലിയെ പിടികൂടാൻ വനം വകുപ്പ് അടിയന്തരമായി കൂട് സ്ഥാപിക്കണമെന്നും നാട്ടുകാർ പറയുന്നു. കോന്നി പാക്കണ്ടം മേഖലയിലെ ജനങ്ങൾ ഭീതിയിലാണ്. ഈ പ്രദേശത്ത് ടൈഗർ ട്രാപ്പ് ക്യാമറകൾ വനപാലകർ സ്ഥാപിച്ചിട്ടുണ്ട്. ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഭീതിയിലാണ് അവരുടെ ജോലി ചെയ്യാൻ പോകുന്നത്. ഗ്രാമീണവാസികളെല്ലാം തന്നെ വലിയ ഭീതിയിലാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.